ന്യൂനപക്ഷ വർഗീയ ശക്തികളുടെ പിന്തുണ നേടാൻ കഴിയാത്തതുകൊണ്ടാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാൻ കാരണമെന്നാണ് CPM കരുതുന്നതെന്ന് UDF കൺവീനർ MM ഹസൻ കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വർഗീയ ശക്തികളുമായി ഒരു തരത്തിലുള്ള ബന്ധം ഉണ്ടാക്കാതെ അത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിച്ച് അവരുടെ പിന്തുണ നേടി ഈ കേരളത്തിൽ വലിയ വിജയം നേടാൻ കഴിയുമെന്നുള്ളത് ഒരു ധാരണയിലായിരുന്നു. അത് നടക്കാതെ പോയതാണ്. അത് നടക്കാതെ പോയപ്പോൾ തൃശൂർ പൂരം കലക്കിയതൊക്കെ നേരത്തെ തന്നെ നമുക്കെല്ലാവർക്കും റിപ്പോർട്ടുള്ളതാണ്. ഇവർ തമ്മിലുള്ള രഹസ്യബന്ധം. ഇനി മാർക്സിസ്റ്റ് പാർട്ടി സ്വീകരിക്കാൻ പോകുന്നത് ഭൂരിപക്ഷ വർഗീയതയെ പ്രീണിപ്പിച്ചുകൊണ്ട് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഈ പറഞ്ഞ BJPയുമായിട്ടെല്ലാമുള്ള രഹസ്യബന്ധം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നതിന്റെ ഭാഗമായി വേണം ഇതിനെ കാണാൻ. ഇപ്പോൾ DGP കണ്ടതും പൂരം കലക്കിയതും മാത്രമല്ലല്ലോ, അതിന്റെ തൊട്ട് പിന്നാലെ വന്ന PR ഏജൻസി ഏർപ്പെടുത്തി അവർ ഈ ഹിന്ദു പത്രത്തിൽ മുഖ്യമന്ത്രിയുടെ അഭിമുഖം കൊടുത്തതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അതിൽ എന്തെങ്കിലും അന്വേഷണമുണ്ടോ? അതിലെന്താ പറഞ്ഞത്? മലപ്പുറത്തെ എന്താണ് സ്വർണ്ണക്കള്ളക്കടത്തും ഹവാല പണമിടപാടും ഏറ്റവും കൂടുതൽ നടക്കുന്നത് മലപ്പുറത്താണ്. അത് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കാണ് നടത്തുന്നത്. അൻവറിനെ ഉന്നം വെച്ചാണ് പറഞ്ഞതെങ്കിലും മുഖ്യമന്ത്രിയുടെ യഥാർത്ഥ ലക്ഷ്യം അതൊന്നും ആയിരുന്നില്ല. DGPയും RSS നേതാക്കളും എന്തിനാണോ കണ്ടത്? പൂരം കലക്കിയതിൽ DGP എടുത്ത പങ്കെന്താണ്? സുരേഷ് ഗോപിയുടെ വിജയത്തിന് ഈ DGP ചെയ്തു കൊടുത്ത സഹായം എന്താണ്? അതുകൊണ്ട് എല്ലാം ഭാഗമാണ് ഈ മലപ്പുറത്തെ കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം തീർച്ചയായിട്ടും ഒരു ഭൂരിപക്ഷ വർഗീയതയെ പൂർണ്ണമായും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു രാഷ്ട്രീയ ലൈനിന്റെ ഭാഗമാണ്. ഇതെല്ലാം കൂടി നിങ്ങൾ കൂട്ടി വായിക്കും. അപ്പൊ അറിയാം RSS ADGP സന്ദർശനം, അതിനുശേഷം പൂരം കലക്കുന്നതിൽ ADGP എടുത്തിട്ടുള്ള പങ്ക്, അതിനെ തുടർന്ന് അൻവറിന്റെ ആരോപണങ്ങൾക്കുള്ള മറുപടിയുടെ ഭാഗമായി ഈ സ്വർണ്ണക്കള്ളക്കടത്ത് ഹവാല, ഈ ഇടപാടുകളിൽ മലപ്പുറക്കാരുടെ നേരെ അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഈ വലിയ അടിസ്ഥാനരഹിതമായിട്ടുള്ള, അത് വാസ്തവത്തിൽ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്, അതിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അതുകൊണ്ട് ഈ ADGPയുടെ പേരിൽ എന്ത് നടപടിയെടുത്താലും എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം അദ്ദേഹത്തെ ആകെ ചെയ്യാൻ പോകുന്നത് ലാ ആൻഡ് ഓർഡറിൽ നിന്ന് മാറ്റും. അതുകൊണ്ട് യാതൊരു പ്രയോജനം, അത് തീർച്ചയായിട്ടും അതൊരു ശിക്ഷയായിട്ട് ഈ രാജ്യത്തെ ജനങ്ങൾ, മതേതര വിശ്വാസികളായിട്ടുള്ള ആളുകൾ, മാർക്സിസ്റ്റ് പ്രവർത്തകർ പോലും ഉൾക്കൊള്ളുകയില്ല എന്നാണ് എന്റെ അഭിപ്രായം. ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർസിന്റെ ഹ്യൂജ് കളക്ഷൻസ് മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ കിട്ടിയാലോ? 7 വർഷത്തിലേറെ പാരമ്പര്യമുള്ള കണ്ണൂരിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി വെയർ ഷോറൂമാണ് SJ എംപോറിയം. ഇന്ത്യയിലെ നമ്പർ 1 ലോകോത്തര ബ്രാൻഡുകളായ കച്ചേരിയ, സിംപോളോ, RK സെറാമിക്, ജാഗ്വാർ, നെറ്റ്കോ, ടോറിനോ, സൊമാനി തുടങ്ങിയവയുടെ ലേറ്റസ്റ്റ് കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സിനും മോക്കപ്സ് ഇവിടെ അവൈലബിൾ ആണ്. മാത്രമല്ല കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ആണ് SJയുടെ മുഖമുദ്ര. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എല്ലാ പ്രൊഡക്ട്സും ഹോൾസെയിൽ വിലയിലും EMI ഓപ്ഷനും നിങ്ങൾക്ക് നൽകുന്നതാണ്. ഇപ്പോൾ തന്നെ SJയിലേക്ക് വരൂ. നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ നിങ്ങളുടെ വീട് മനോഹരമാക്കൂ, പോക്കറ്റ് കാലിയാവാതെ. SJ എംപോറിയം, തളിപ്പറമ്പ്, ആലക്കോട്, കേളകം.